ഹലോ ഫ്രണ്ട്സ്, ആർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് മൂലമറ്റ ഏരിയയിൽ കാണേണ്ട കുറച്ച് വെള്ളച്ചാട്ടങ്ങളും കുറച്ച് നല്ല നല്ല ലൊക്കേഷൻസൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മൂലമറ്റം വരികയാണെങ്കിൽ ഈ റൂട്ടുകളിലൂടെയൊക്കെ ഒന്ന് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്കിവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും നല്ല നല്ല ലൊക്കേഷൻസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ മുട്ടത്തുനിന്ന് മൂലമറ്റത്തേക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനൊരു സ്ഥലം കാണാം. ഇത് അടിപൊളിയായിട്ടോ, നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ആണെങ്കിലും റെസ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും കിട്ടുന്ന സ്ഥലമാണ്. അതിനുശേഷം നമുക്ക് ആദ്യമേ തന്നെ പോകേണ്ടത് ഏലപ്പള്ളി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസ് ഉണ്ട്. അത് പോയി കാണുകയാണെങ്കിൽ നല്ല ഒരു രസമുള്ളൊരു വാട്ടർഫോൾസാണ്. പിന്നെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുടെയൊക്കെ വീട് അതിനടുത്തുള്ളത് കൊണ്ട് പ്രൈവറ്റ് ഏരിയയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഇതിന് ശേഷം പോയത്. മൂലമറ്റ ഏരിയയിലൊക്കെ പോകുമ്പോൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുകയാണെങ്കിൽ ഒത്തിരി ലൊക്കേഷൻസ് ഉണ്ട് കേട്ടോ, നമ്മൾ അറിയാതെ കിടക്കുന്ന. അത് അവിടെയുള്ള ആൾക്കാർക്കേ അറിയാൻ പറ്റുള്ളൂ. അവിടെയുള്ള 2-3 വാട്ടർഫോൾസൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ പോകേണ്ടത് ത്രിവേണി സംഗമത്തിലേക്കാണ്. പിന്നെ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂലമറ്റത്ത് നിന്ന് വാഗമണ്ണേക്ക് പോകുന്ന റൂട്ട് പോവുകയാണെങ്കിൽ പുള്ളിക്കാട് സൈഡൊക്കെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ത്രിവേണി സംഗമം. അപ്പം 3 സൈഡിൽ നിന്നാണ് വെള്ളം വന്ന് ഒഴുകുന്നത്. നല്ല കറക്കമൊക്കെയാണ് ഇവിടെ വെള്ളം ഒഴുകി വന്നിട്ട്. ഇത് മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഏറ്റവും ശക്തമായിട്ട് നമുക്ക് ഇതിലെ ഒഴുകുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ത്രിവേണി സംഗമം കാണാൻ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല ഒരു അടിപൊളി തൂക്കുപാലമുണ്ട്. അപ്പോൾ അതെന്തായാലും കാണാൻ മറക്കരുത് കേട്ടോ, കിട്ടുന്ന സാധനം. ഒരു പഴയ തൂക്കുപാലമാണ്. അപ്പോൾ നമ്മളതിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ഭയമൊക്കെ ഉണ്ടാകും. താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല ഒഴുക്കും, ആ പഴയ പാലത്തിൻ്റെ ഒരു ആട്ടമൊക്കെ. പിന്നെ അതുകൂടാതെ ഈ പിള്ളേരൊക്കെ ആണെങ്കിൽ ചുമ്മാ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുക. നമ്മളിത് നോക്കി നമ്മുടെ തലകറങ്ങണ പോലെ തോന്നണത്. ഇവരത് കൂളായിട്ട് ചാടി നീന്തണുണ്ടോ. അപ്പോൾ നമ്മുടെ കാഴ്ചകളൊക്കെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് തൽക്കാലത്തേക്ക്. ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം കാഴ്ചകളും കണ്ടതിന് ശേഷം നമ്മൾ സുശീല ചേച്ചിയുടെ കടയിൽ പോയി ഫുഡും കഴിച്ച് മടങ്ങുക. അടിപൊളി.